ലവ് ഇസ് ബ്ലൈൻഡ് എന്നാണ് പറയുന്നത്. എന്നാലും പ്രണയത്തിൽ കണ്ണുകൾക്കുള്ള ഒരു പ്രാധാന്യം വളരെയാണ്. കണ്ണുകളിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിലേക്ക് നോക്കി ഭാഷ കൈമാറുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിലൂടെ കൈമാറുന്ന ഒരവസരത്തിലാണ് പ്രണയം ഏറ്റവും മധുരതരമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ കണ്ണുകളിലേക്ക് നോക്കിയുള്ള ആ ഭാഷ എന്ന് ഈ രണ്ടുപേരിൽ ഇല്ലാതാവുന്നു, ആ പ്രണയത്തിന്റെ മാധുര്യം അവരിൽ നിന്നും പോയി തുടങ്ങും. ആ കണ്ണുകളിലേക്ക് ഉള്ള ആ ഭാഷ തിരികെ എത്തുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയവും വീണ്ടും പഴയതുപോലെ സുന്ദരമായി രസകരമായി മാറും. ആ കണ്ണുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഫോണിലോ ടിവിയിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കും. നമ്മളുടെ കണ്ണുകളും ആ യന്ത്രങ്ങളുടെ കണ്ണുകളുമായിട്ടാണ് നമുക്ക് ബന്ധമുണ്ടാകുന്നത്. അപ്പോൾ എത്ര യാന്ത്രികമായി മാറുന്നു എന്നുള്ളത് മനസ്സിലാവും. അതേസമയം ഈവൻ മൃഗങ്ങളോട് പോലും കണ്ണുകളിലൂടെയാണ് അവർ നമ്മളെ നോക്കിയിരിക്കും. ആ കണ്ണുകൾ നമ്മളെ പിന്തുടരും. നമ്മളും അതിൽ നോക്കുമ്പോൾ അവരുമായിട്ട് ഒരു പ്രത്യേക ബന്ധം ഉണ്ടാവുന്നില്ലേ? ഈ പ്രണയിക്കുന്ന കാലത്ത് മുഴുവൻ കണ്ണുകളിൽ കൂടെയാണ് കമിതാക്കൾ ലവേഴ്സ് അവരുടെ ഭാഷ, അവരുടെ മനസ്സിലുള്ളത് കൈമാറുന്നത് കണ്ണുകളിലൂടെയുള്ള ആ ഭാഷയിലൂടെയാണ്. പക്ഷെ ഇപ്പോ അതിനുശേഷം പ്രണയിച്ച് അതിന്റെ ഒടുവിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഈ കണ്ണുകളിലൂടെയുള്ള ഈ ഭാഷ ഇല്ലാതാവും. ആ ഭാഷ ഇല്ലാതാവുമ്പോൾ അവർ തമ്മിലുള്ള ആ പ്രണയത്തിന്റെ ആ ഒരു മാധുര്യം കുറയുന്നത് അവർ പോലും അറിയില്ല. എത്ര പേർക്ക് പറ്റുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിയിരിക്കാൻ? എത്ര ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റുന്നുണ്ടാവും? അതിനെപ്പറ്റി ആലോചിക്കണം തീർച്ചയായും. ഈ പ്രണയ ദിനത്തിൽ എല്ലാവർക്കുമായി ഹാപ്പി വാലന്റൈൻസ് ഡേ ടു ഓൾ ഓഫ് യു.